ജോസ് തെറ്റയിലിനെ കോൺഗ്രസ് നേതാക്കൾ പെൺകുട്ടിയെ ഉപയോഗിച്ച് കുടുക്കിയതാണെന്ന് പി.സി. ജോർജ് റിപ്പോർട്ടറോട്. ഇതിന് പ്രതിഫലമായി 31 ലക്ഷം രൂപ പെൺകുട്ടിയുടെ അച്ഛന് 2 കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് താൻ വാങ്ങിക്കൊടുത്തിരുന്നുവെന്നും പി.സി. ജോർജ് വെളിപ്പെടുത്തി. ജോസ് തെറ്റയിലിനെ ലൈംഗിക അപവാദ കേസിൽ കുടുക്കിയ പെൺകുട്ടിക്ക് 31 ലക്ഷം രൂപ താൻ 2 കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വാങ്ങിക്കൊടുത്തതായി പി.സി. ജോർജ് വെളിപ്പെടുത്തി. 4 ഗഡുക്കളായാണ് 31 ലക്ഷം രൂപ കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. 2011-ൽ രണ്ടാമത് നിയമസഭാ കാലഘട്ടത്തിലാണ് പണം വാങ്ങിക്കൊടുത്തത്. തെറ്റയിലും ഈ സ്ത്രീയും തമ്മിലുള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ പണം കൊടുക്കാമെന്ന് പറഞ്ഞത് വേറെ ഒരുത്തൻ കളിപ്പിച്ചുകൊണ്ട് പോയി. അപ്പൊ ഇവർ കിട്ടിയില്ല. അതുകൊണ്ട് ഈ സ്ത്രീയുടെ അപ്പൻ എന്റെ അടുത്ത് വരികയും ഞാൻ അപ്പനോട് പറഞ്ഞു, താൻ മകളെ വെച്ച് കാശുണ്ടാക്കുന്നതിനാണല്ലോടോ എന്ന് കൂടെ പറയുകയും ചെയ്തു. ഇത് ഒളിച്ചു വെക്കുന്നത്. എന്നിട്ട് 31 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തു ഞാൻ. അപ്പൊ അപ്പം പറഞ്ഞു ജപ്തിയാണ്. കടലാസ് കാണിച്ചു, ഒരു ബാങ്കിന്റെ. അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു ശരിയാണ്, കളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്ത്രീയെ, അത് ശരിയാണ്. അപ്പം പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു. അപ്പനുമായിട്ട് നിന്ന് സംസാരിച്ചു. ആദ്യം ഒരു 20 ലക്ഷം രൂപ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 ലക്ഷം രൂപ, പിന്നെ അത് കഴിഞ്ഞ് 6 ലക്ഷം രൂപ, കഴിഞ്ഞ് 1 ലക്ഷം രൂപ, അങ്ങനെയാണ് 31 ലക്ഷം രൂപ കൊടുത്തത്. പണം നൽകിയ കോൺഗ്രസ് നേതാക്കളുടെ പേര് ഇപ്പോൾ പറയില്ല. അക്കാര്യം ആത്മകഥയിൽ എഴുതും. ആ പെൺകുട്ടിയുടെ അപ്പൻ എന്റെ അടുത്ത് ഒന്ന് സങ്കടം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് വിളിച്ച് സംസാരിച്ചപ്പോ വസ്തുത ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേര് പറയുന്നില്ല, പ്രഗത്ഭരായ 2 ആളുകളിൽ നിന്ന് 31 ലക്ഷം രൂപ വസ്തു ജപ്തി ചെയ്ത് കിടക്കുന്നതിന് കാശ് മേടിച്ച് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ജീവചരിത്രം ഞാൻ എഴുതുമ്പോൾ അത് എഴുതുന്നുണ്ട്. അപ്പൊ അറിഞ്ഞാൽ മതി. ജോസ് തെറ്റയിൽ ലൈംഗിക ശേഷി ഇല്ലാത്ത ആളാണെന്നും പി.സി. ജോർജ് പറഞ്ഞു. തെറ്റയിൽ നിരപരാധിയാണ് എന്ന് തനിക്കൊരു അവസരം കിട്ടിയാൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരുന്നതായും ജോർജ് അറിയിച്ചു. തെറ്റയിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം തെറ്റയിലിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനത് ചെയ്തത്. അന്ന് ഞാൻ തെറ്റയിലൂടെ പറഞ്ഞിരുന്നു, എന്ന് എനിക്കൊരു അവസരം കിട്ടുമോ, അങ്ങനെ വരുമല്ലോ, അപ്പോ അങ്ങ് നിരപരാധിയാണെന്ന് ഞാൻ സമൂഹത്തോട് പറഞ്ഞോളാം എന്ന് വാക്ക് പറഞ്ഞു. തെറ്റിനെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇത് റിവീൽ ചെയ്തത്. അല്ലെ ഇപ്പോഴും ഇത് പറയല. മകനെ വിവാഹം കഴിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞത്. പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങൾ മറയാക്കാൻ കോൺഗ്രസ് നേതാക്കളാണ് തന്നെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പെൺകുട്ടി മാറ്റി പറഞ്ഞു. ഈ വാദത്തിനാണ് പി.സി. ജോർജ് ഇപ്പോൾ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.